വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ ഗൈസ് എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യാണല്ലേ? അതെ. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. തോണിയില് തുമ്പ് രണ്ടിരിക്കില്ലേ, അതുപോലെ ഉണ്ട് സത്യമായിട്ട്. അപ്പൊ ഗൈസ് അപ്പൊ നമ്മളുടെ ചലഞ്ചിന്റെ പേരാണ്, പ്രത്യേകിച്ച് പേരിട്ടിട്ടില്ല, മല്ലന്റെ ഈ മീശ കൊള്ളുമോ കൊള്ളില്ലെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും. കൊള്ളാന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ ഒരുപാട് അങ്ങ് വലിച്ചിട്ടുന്നില്ല അല്ലേ? നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കേ. ചെയ്യാൻ പോകുന്ന വീഡിയോന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ പേരില്ല ഗൈസ്, കാരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്റെ വീട് പാലക്കാടാണ്. നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ചു പേർക്ക് നമ്മൾക്ക് അറിയായിരിക്കും ഞാൻ പാലക്കാടാണ്, ട്രിവാൻഡ്രമാണ്, അറിയാലോ. അപ്പോ നമുക്ക് ഒരുപാട് സംസാര രീതികളിലും നമ്മുടെ സംസാര സ്ലാങ്ങുകളിലും നമ്മുടെ സംസാരത്തിലെ ഓരോ സംഭവങ്ങളിലും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു സംഭവത്തിന്റെ പേരായിരിക്കില്ല ഇവിടെ പറഞ്ഞത്, രണ്ടും ഡിഫറെന്റ് ആണ് ഗൈസ്. ഇത് എന്തിനാണ് ഇപ്പൊ നിങ്ങളത് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല ഗൈസ്, പാലക്കാടില് നമ്മള് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പേര് ട്രിവാൻഡ്രത്ത് വരുമ്പോ എന്താണ് അതിന്റെ വേറൊരു പേര് നമുക്ക് നോക്കാം. കഴിക്കേണ്ട കുറെ സംഭവങ്ങളുടെ പേര് മാത്രമാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നോക്ക കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പാലക്കാടില് വെണ്ടയ്ക്കന് വെണ്ടയ്ക്ക എന്നാണ് പറയാ. നിങ്ങളോ? ഞങ്ങള് കയ്പയ്ക്ക, പാലക്കാട് ഉപയോഗിക്കുന്ന കയ്പയ്ക്ക എന്നായിരിക്കും. നിങ്ങൾ ആരെങ്കിലും പാലക്കാടത്തെ ആളുകളും ട്രിവാൻഡ്രത്തെ ആളുകളും ഇതിൽ ഈ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ അവിടെ അങ്ങനെ തന്നെയാണോ? ഓക്കെ. പൂളക്കിഴങ്ങ് എന്ത് അങ്ങനെ പാലക്കാട് പറയാ? നിങ്ങളോട് എന്ത് പറയും? കപ്പ അല്ലെങ്കിൽ മരച്ചീനി. ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും കപ്പാന്ന് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പാലക്കാടില് മെയിൻ ആയിട്ട് പൂളക്കിഴങ്ങി എന്നാണ് ഉപയോഗിക്കുക. നിങ്ങളവിടെ കപ്പാന്ന്. മരച്ചീനി. മരച്ചീനി. ഇതിൽ ഏത് രസം കേൾക്കാൻ? കപ്പ. മുട്ടക്കോസ്. മുട്ടക്കോസ് അതിവിടത്തെ ഇതല്ലേ? മറ്റേ മുട്ടക്കോസ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ അറിയാം, കേട്ടിട്ടുണ്ട് മുട്ടക്കോസ് എന്ന് പറയണത്. അതെ, തമിഴ്നാട്ടിൽ ഭാഗങ്ങളിലൊക്കെ മുട്ടക്കോസ് എന്നാണ് പറയുന്നത്. നമ്മൾ കേബേജ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മുട്ടക്കോസ് എന്നൊക്കെ. പണ്ടുള്ളവർ പറഞ്ഞു. എക്സ്ക്യൂസ് മീ, എന്നത്ത് പറയാ? പണ്ട് നിങ്ങളുടെ ശരിക്കും വേണ്ടത് എന്താ പറയും? എന്താ പറയാ? ട്രിവാൻഡ്രത്ത് കാബേജിനെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇതിൽ പറയുമോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂട്ടാ. ഓമക്കായ. ഓമക്കായ ഇതെന്താ കാണിച്ചു കൊടുക്കാണ്ട് പറയുന്നത്? നേരത്തെ എക്സ്പ്രഷൻ ഇടും, അതുകൊണ്ട് വീഡിയോക്ക് എക്സ്പ്രഷൻ വേണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. ഓമക്കായ. പപ്പായ. പപ്പായോ? നമ്മളിവിടെ പപ്പായ, പപ്പങ്ങ അല്ലെ? ഞങ്ങൾ പപ്പായ എന്നും പറയും, എല്ലാവർക്കും അറിയാൻ പറ്റും. ഓമക്കായ എന്നും പറയും. ഓക്കെ. വഴുതിരിങ്ങ. കത്തിരിക്ക എന്താണ്? നമ്മള് ഇവരുടെ അടുത്ത് പറയുമ്പോ കത്തിരിക്ക എന്ന് പറയുന്നത് ബ്രൗൺ കളറുള്ള വഴുതിരങ്ങയും നീളത്തിലുള്ള പച്ചക്കളറുള്ള അതിന്റെ വഴുതിരങ്ങയും ഉണ്ടത്തിലിരിക്കുന്ന സാധനത്തിന് കത്തിരിക്ക നമ്മൾ പറയാം. സ്പെഷ്യൽ ആയിട്ട് പച്ചക്കറി വാങ്ങാൻ പോയാൽ വഴുതിരിങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് വഴുതിരിങ്ങ കിട്ടുള്ളൂ. മറ്റേ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രൗൺ കളറായിരിക്കും. അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. പാലക്കാടുള്ള നമ്മുടെ ചങ്കുകള് കമന്റ് ചെയ്യൂ, ട്രിവാൻഡ്രത്തിലുള്ള ചങ്കുകൾ കമന്റ് ചെയ്യൂ അല്ലേ? മറക്കാതിരിക്കാൻ PSC ക്വസ്റ്റ്യൻസിൽ പോലും ഇങ്ങനെ പഠിച്ചിട്ടില്ല. ഓക്കെ. കൊയ്യാക്ക. അത് സത്യം പറയാലോ എനിക്കറിയാം. അറിയില്ലായിരുന്നു, പക്ഷെ ആദ്യം പഠിച്ചു. പേരക്ക. ആ സംഭവം അതിന് നമ്മളുടെ അവിടെ പറഞ്ഞത് കൊയ്യാക്ക എന്ന് പറയും. പേരക്ക എന്ന് പറയും കേട്ടാ. നമ്മുടെ പേരക്ക എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്രൂട്ട് കിട്ടും. പേരക്ക എന്ന് പറയുന്നത് വേറൊരു ഫ്രൂട്ട് ഉണ്ട്, ഒരു പച്ച കളർ സംഭവം. അതിനെ പേരക്ക എന്ന് കടന്ന് വാങ്ങാം കേട്ടോ. തണ്ണിമത്തൻ. തണ്ണിമത്തൻ. ഓക്കെ. സീതാരങ്ങ.
സീതാരങ്ങ, അതും എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഒന്ന് എനിക്കറിയാം. അത് നമ്മളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാ ആനമുന്തിരി. ആനമുന്തിരിയാ? ആനമുന്തിരി കടയിൽ പോയിട്ട് ആനമുന്തിരി പറഞ്ഞ കിട്ടും. ആനമുന്തിരി രസമില്ല കേട്ടോ, നമ്മളവിടെ കപ്പ രസമില്ല. ഓക്കെ, ആനമുന്തിരി രസമില്ല. നമ്മളിവിടെ പറഞ്ഞത് സീതാരങ്ങ. സീതപ്പഴം പറയും. അല്ലെങ്കിൽ നേരത്തെ പേര് പറയുമല്ലോ, ഈ അമലേട്ടനെ വിളിച്ചിട്ട് വരണ്ടായിരുന്നു, അമ്മനെ വിളിച്ചിട്ട് വന്നാൽ മതി. നേന്ത്രപ്പഴം, ഏത്തപ്പഴം. നമ്മളുടെ പഴം കുറെ ചെറുപഴം, നേന്ത്രപ്പഴം. വലിയ പഴത്തിന് നമ്മൾ നേന്ത്രപ്പഴം എന്നാണ് പറയാ. ഇവളുടെ അവിടെ ഏത്തപ്പഴം, ഏത്തപ്പഴം കണ്ടാ പറയാ. ഏത്തപ്പഴം പുഴുങ്ങുക എന്ന് പറയും. ഞങ്ങൾ ഏത്തപ്പഴം പുഴുങ്ങുക നമ്മൾ പറയും, ഇവര് അവിക്കുക എന്ന് പറയും ഗൈസ്. അങ്ങനെ ഒരുപാട്. ഓക്കെ, ഇടിച്ചക്ക. ഇടിച്ചക്ക അത് പറയാം, പക്ഷെ അറിയില്ലായിരുന്നു. ആദ്യം അത് ഇടക്കിടക്ക് പറയണമെന്നില്ല കേട്ടോ. ആദ്യം ഇടക്കിടക്ക് പറയണമെന്നില്ല, മതി. അയണിച്ചക്ക രസമില്ല. നമ്മുടെ അവിടെ ഇടിച്ചക്ക, നമ്മുടെ അവിടെ ഈ ചക്ക ചെറുതാവുമല്ലോ, കറി വെക്കാൻ പറ്റുന്ന, അതാണ് പറയുന്നത്. മറ്റേ ചെറിയ ചക്കയില്ലേ, നമ്മൾ ഈ ചക്ക, ഈ റൗണ്ടിലൊരു ചക്കയുണ്ട്, അതിന് നമ്മൾ വേറെന്ത് പേര് പറയും, അതെനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ മരത്തിൽ വരുമല്ലോ, മരത്തിനായിട്ട് കറി ഉപ്പേരി വെക്കുന്ന രൂപത്തിലാവുമല്ലോ, അതിന് നമ്മൾ ഇടിച്ചക്ക എന്ന് പറയും. എന്താ കറി? ഇടിച്ചക്ക തോരൻ, ഇടിച്ചക്ക ഉപ്പേരി. നിങ്ങളുടെ ഇടിച്ചക്ക തോരൻ, ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും, ഇവർ തോരൻ എന്ന് പറയും. നമ്മൾ ചക്ക എന്ന് പറയും, ചെറിയ ചക്ക, വലിയ ചക്ക. അമ്പഴങ്ങ. ആനവാഴ അമ്പഴങ്ങ. പക്ഷെ ഇവരെന്താ പറയാനുള്ളതിന് കാ വെച്ചിട്ടെന്താണ്? കറുത്തകായല്ലേ? നെല്ലിക്കമ്പഴങ്ങ. അമ്പഴങ്ങ നെല്ലിക്കുമെന്ന് അമ്പഴത്തിന് കാരക്ക. എന്താ പേര് ഇറക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കണം. പേര് മനസ്സിലായില്ല. ഞങ്ങളുടെ അവിടെ അമ്പഴങ്ങ എന്ന് പറയും. ചോദിച്ചില്ല, അതിവിടെ ആരും ചോദിച്ചില്ല. No one care, okay? No one care, okay? പോ. പറങ്കിമാവ്. നമ്മള് പറങ്കിമാവ് എന്ന് പറയും. കശുമാവ് എന്ന് പറയും. നമ്മൾ പറങ്കിമാവ്. ഞാൻ ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അല്ലേ ഇതുകൊണ്ടൊന്നും ഇവിടെ പറങ്കി ഫ്രൂട്ടിനെ പറഞ്ഞ. ഇനി നമ്മൾക്ക് സ്ഥിരമായി കഴിക്കുന്ന സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. നിലക്കടല. കടല എന്ന് പറയും. നിലക്കടല, കപ്പലണ്ടി. നമ്മളവിടെ നിലക്കടല എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി കിട്ടുള്ളൂ. നമ്മളുടെ നിലക്കടല എന്ന് പറയാ. പിന്നെ ഈ പകുതി ഒരു കടലയില്ലേ, പകുതി ആക്കിയിട്ടൊരു കടല, പൊട്ടിക്കടല. ഈ പകുതി വെള്ള കളർ പകുതി ഈ മറ്റേ പരിപ്പ് പോലത്തെ കടല ഉണ്ടാവില്ലേ, നമ്മൾ ആള് മാറിക്കൊണ്ടുവന്നു ഗൈസ്. വേറെ ആരുടെങ്കിലും കൊണ്ടു നിർത്തണായിരുന്നു. പരിപ്പ് പോലത്തെ അത് ഞങ്ങൾ പൊട്ടിക്കടല എന്ന് പറയാം. നിങ്ങൾ അവിടെ എന്താ പറയാ ഗൈസ്, ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ചീര അല്ല, കീര. ഇവിടെ എല്ലാവരും ഗൈസ് ട്രിവാൻഡ്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഗൈസ്. എന്താ കറി? കീര ഉപ്പേരി. കീരയാ? ശരിക്കും മലയാളത്തിൽ പ്രൊണൗൺസ് ചെയ്യേണ്ടത് ചീര എന്നാണ്. ഈ കീര എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. കീര ഇത് ഇടയ്ക്ക് കൂടി കീര വേണം. കീര വേണം, പച്ചക്കീര വേണം, എന്താണ് റോസ് ചീര വേണം എന്നൊക്കെ ചോദിക്കും. നമ്മളോട് അല്ല, റെഡ് മജന്ത. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. കൊള്ളുപ്പേരി, കൊള്ളു പായസം എന്നൊക്കെ പറയും. പായസമൊക്കെ കൊള്ളെന്ന് പറയുന്നത് കൂടുതൽ ഞങ്ങളുടെ മുതിര എന്ന് പറയും, കൊള്ളു എന്ന് പറയും. കൂടുതൽ കൊള്ളു എന്നാണ് ഉപയോഗിക്കുക. അവിടെ എന്ത് പറയും, മുതിര എന്നാണോ അത് എന്താണോ കമന്റ് ചെയ്യുക ഗൈസ് എല്ലാവരും. വെള്ളപ്പയർ. വൻപയറല്ലേ? അതല്ല, വെള്ളപ്പയർ. നമുക്ക് ഇവിടെ നമ്മൾ വൻപയർ എന്ന് പറയണം. വെള്ളപ്പയർ എന്ന് പറഞ്ഞാൽ അതൊക്കെ അറിയില്ല. പക്ഷേ പച്ചപ്പട്ടാണി, ഗ്രീൻ പീസ്. അത് ഞാൻ വന്ന ശേഷം മനസ്സിലായത്. നമ്മളവിടെ ഗ്രീൻ പീസ് എന്നും പറയും. കൂടുതൽ ഇവിടെ ഗ്രീൻ പീസിന് വേറെ പേരുണ്ടോ? ഇല്ല. ഞാൻ ഒരു ദിവസം കടയിൽ പച്ചപ്പട്ടാണി വരും. പച്ചപ്പട്ടാണി അത് സാധനം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ അവിടെ എനിക്ക് ഉറപ്പില്ല, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അവിടെ ഈ നൊങ്കില്ലേ, നിങ്ങളെന്താ പറയാ? നൊങ്ക്. ഞങ്ങളുടെ അവിടെ നൊങ്ക് പറയും, ഇളന്നെന്ന് പറയും. നിങ്ങൾ എന്ത് പറയും? പിന്നെ
മുരിങ്ങക്കോൽ. മുരിങ്ങയ്ക്ക. നമ്മളുടെ മുരിങ്ങക്കോൽ എന്ന് പറയും, മുരിങ്ങയ്ക്ക എന്ന് പറയും, മുരിങ്ങക്കോൽ എന്നും പറയും, എല്ലാം പറയും. അപ്പൊ ഗൈസ് എല്ലാ പച്ചക്കറിയും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. ഇതിൽ ഞാൻ പറഞ്ഞ പച്ചക്കറി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അവിടെ എന്താണെന്ന് പറയാന്നുള്ളത് മറക്കാണ്ട് ഗൈസ് കമന്റ് ചെയ്യണം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. പാലക്കാട് ഭാഷ കുറച്ച് സാധനങ്ങൾ എങ്ങനെ പറയും, ട്രിവാൻഡ്രത്തെ ആ സാധനങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ പറയുന്നത്, ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഫൺ ആയിട്ടുള്ള രീതിയിൽ ഒരു എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ മറക്കാൻ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു കാര്യം പറയട്ടെ, അപ്പൊ ഞങ്ങളുടെ അവിടെ എനിക്ക് കുറെ മെച്ചിങ്ങ എന്ന് പറയും, ഈ അതാണ് ഈ തെങ്ങിന്റെ വീട് തേങ്ങ ചെറിയതിന് കൊച്ചിങ്ങ, ഞങ്ങളുടെ മെച്ചിങ്ങ കൊച്ചിങ്ങ അല്ലെ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രം പോലെ ഇവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് അഴിച്ചങ്ങ് പൊട്ടിക്കണം. എന്നാൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അടുത്തൊരു വീഡിയോ നമ്മൾ ഇനി വരുന്നതായിരിക്കും.